താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിന്റെ കൊലക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് 11ലേക്ക് മാറ്റി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് മാറ്റിയത്. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, ഇത്തരത്തിൽ 10ാം ക്ലാസ്സുകാരനായ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷഹബാസിന്റെ പിതാവ് രംഗത്ത് വന്നിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് വീണ്ടും ഈ കേസ് പരിഗണിക്കാൻ വേണ്ടി മാറ്റിവെച്ചപ്പോൾ ഇന്ന് കോടതിയിലും അതേ വാദവും അതേ ആവശ്യവും ആവർത്തിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇപ്പോൾ കേസ് വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. കോടതി എന്തെല്ലാം കാര്യങ്ങളിലാണ് നിരീക്ഷിച്ചത്? ഏത് സാഹചര്യത്തിലാണ് കോടതിയുടെ തീരുമാനം? പ്രധാനമായും അതുല്യ, നേരത്തെ ഈ കോടതി വാദിച്ചിരുന്ന ആ കാര്യം തന്നെയാണ് വീണ്ടും ആവർത്തിച്ചിരുന്നത്. അതായത് കുട്ടികളാണ് അല്ലെങ്കിൽ കൗമാരക്കാരാണ് എന്നൊരു പരിഗണന നൽകാതെ തന്നെ അവർക്ക് വേണ്ടുന്ന രീതിയിൽ ശിക്ഷ നടപ്പിലാക്കണം, നിർഭയ പോലുള്ള കേസുകൾ നമുക്ക് മുന്നിലുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയായിരുന്നു കോടതിയിൽ പ്രധാനമായും വാദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ കോടതിയിലും. അതുപോലെ തന്നെ ജഡ്ജിയുടെ ഇന്നത്തെ ഈ ഒരു വാദം അല്ലെങ്കിൽ ഈ ഒരു കേസിന്റെ വിധി പറയുന്നത് മാറ്റിവെച്ചതും ഇത്തരത്തിലുള്ളൊരു കണ്ടെത്തൽ തന്നെയാണ് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷഹബാസിന്റെ പിതാവും നേരത്തെ പറഞ്ഞ കാര്യം അത് തന്നെയായിരുന്നു. കാരണം ഇൻസ്റ്റഗ്രാമിൽ നിന്നുള്ള ലഭിച്ച ആ ഒരു ഓഡിയോ ക്ലിപ്പുകൾ അടക്കം സൂചിപ്പിച്ചിരുന്നത് കുട്ടികൾ വലിയ കൃത്യങ്ങളും അതുപോലെ തന്നെ ഒരു കുട്ടികളുടെ പശ്ചാത്തലം എടുത്ത് നോക്കിയാൽ പോലും അതിലൊരു ഗുണ്ടാ സെറ്റപ്പ് ഉണ്ട് എന്ന് തന്നെയായിരുന്നു നേരത്തെയും ഷഹബാസിന്റെ പിതാവടക്കം ഉന്നയിച്ചിരുന്ന ഒരു കാര്യം. അതിന്റെ തെളിവുകൾ വ്യക്തമാക്കുന്നതായിരുന്നു ഈ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഓഡിയോ സന്ദേശങ്ങളടക്കം. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെയാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പരിഗണിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു സംഭവം. അതുല്യ.